വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ ഒരു താള് കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഇത് മാത്രം മതി ഒരു പറ ചോറ് കഴിക്കാൻ. അത്രയ്ക്ക് നല്ലൊരു കറിയാണിത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണിത്. ഇന്ന് നമുക്കൊരു താള് കറി വയ്ക്കാം. ചിരച്ചേമ്പിൻ്റെ തണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. താള് കറി വയ്ക്കാനായിട്ട് 2 തടയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചീരച്ചേമ്പിൻ്റെ തടയാണ്, ചൊറിയത്തൊന്നുമില്ല. നമുക്കിതിനെ മുറിച്ചിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് എടുക്കണം. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തു, കഴുകിയെടുത്തു. ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെ 4ആയിട്ട് കീറിയിട്ട് ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുത്താൽ മതിയാകും. ഇതുപോലെയാണ് ചേമ്പിൻ തട അരിഞ്ഞെടുക്കാനുള്ളത്. ഇനി ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളിയും വറ്റൽമുളകും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു കൊത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു സവാള അരിഞ്ഞതും 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വാട്ടി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചേമ്പിൻ്റെ തടയും ഇട്ട് വഴറ്റാം. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് വഴറ്റിയാൽ മതിയാകും. കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി പാകത്തിന് ചേർത്താൽ മതിയാകും. എന്നിട്ട് ഇതൊന്ന് വഴറ്റാം. ചേമ്പിൻ്റെ തടയിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ചെറു തീയിൽ അടച്ച് വെക്കാം. ഇനി ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ചെറു തീയിൽ വെച്ച് വേവിക്കാം. തട വേകുന്ന സമയം കൊണ്ട് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങയാണ് ചുരണ്ടിയെടുത്തത്. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർത്താൽ മതിയാകും. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. 1/4 സ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. ഉള്ളിയും കൂടി ചേർത്ത് വെള്ളമൊഴിച്ച് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അടച്ച് വയ്ക്കാം. ഇത് നമുക്ക് കുറച്ച് നേരം കൂടി അടച്ച് വയ്ക്കാം. ഇനി നമുക്കിത് തുറന്നിട്ട് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിരച്ചേമ്പിന് കിഴങ്ങുകളില്ല. സാധാരണ ചിരച്ചേമ്പിനെ പോലെ ചൊറിയത്തുമില്ല. അരപ്പൊഴിച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മിക്സിയും കൂടി ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പുളിക്ക് പകരം നാരങ്ങ നീരാണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിലുള്ള പുളി നല്ല കറുപ്പായതുകൊണ്ട് കറിയുടെ ആ കളറ് മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നാരങ്ങ നീരാണ് ചേർക്കുന്നത്. പകുതി നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മിക്സിയും കൂടി ഒന്ന് നമുക്കതിലേക്ക് കഴുകി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ കറിക്ക് ഒരുപാട് പുളിപ്പിൻ്റെ ആവശ്യമില്ല. ചെറിയ ഒരു പുളിപ്പ് മതിയാകും. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഇതിൽ പോഷകങ്ങളും നാരുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അടച്ച് വെച്ച് വേവിക്കാം. കറി തിളച്ച് വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഈ ചേമ്പിൻ തണ്ടിൽ പോഷകങ്ങളും നാരുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ എയും സിയും ഒക്കെ ഇതിൽ ധാരാളമുണ്ട്. പോഷക സമ്പന്നമാണ്. ഹൃദയാരോഗ്യം
ദഹനം മെച്ചപ്പെടുത്താനും ഇത് വളരെ സഹായിക്കുന്നു. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇവയിലെ സി നമ്മളെ സഹായിക്കുന്നു. ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കർക്കിടക മാസത്തിലൊക്കെ ഇത് ധാരാളം കറി വെച്ച് കഴിക്കണം എല്ലാവരും. ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറു നിറയെ ചോറ് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറി. ഹെൽത്തിയുമായിട്ടുള്ളതാണ്. ഞാൻ തയ്യാറാക്കിയ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം. ഹെൽത്തി ആയിട്ടുള്ളതാണ്. ലൈക്ക് ചെയ്യണം. അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.